minerals or synthetic origin. This call is now being recorded. പ്ലാന്റ്സിന്നും അനിമൽസിനും മിനറൽസിനും സിന്തറ്റിക് ഒറിജിൻസിനൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ തന്നെ വെറൈറ്റി പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ വെറൈറ്റി പർപ്പസസ് പറയുന്നുണ്ട്? സോലുബലൈസേഷനും മരുന്ന് ഉണ്ടാക്കാൻ മാത്രമല്ല, മരുന്ന് എന്ത് ചെയ്യണം? സോലുബലൈസേഷൻ ചെയ്യണമെങ്കിലും സസ്പെൻഷൻ ഉണ്ടാക്കണമെങ്കിലും എമൽസിഫൈ ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ എന്ത് വേണം? ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് നമുക്ക് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത് ഈ സസ്പെൻഡിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോലുബിലൈസ് ചെയ്യണം വെച്ചാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എമൽഷൻ ആയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിറപ്പ് ഉണ്ടാക്കണമെങ്കിൽ നല്ല പോലെ ഒരു ലിക്വിഡിൽ ഇത് ഈ നമ്മൾ ആഡ് ചെയ്യുന്ന മരുന്ന് അതിൽ ലയിക്കണം അല്ലേ? അപ്പോൾ അതിനെ സോലുബിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? സസ്പെൻഡ് ചെയ്യണം. തന്നിട്ടുള്ള ലിക്വിഡിൽ എന്ത് ചെയ്യുന്നില്ല, ആ തന്നിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോൾവെന്റ് ഉണ്ട് അല്ലേ? സൊല്യൂട്ടും ഉണ്ട് സോൾവെന്റും ഉണ്ട്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന മരുന്നാണ് അല്ലേ? ഈ സൊല്യൂട്ട് ഈ സോൾവെന്റിൽ നല്ല രീതിയിൽ ലയിക്കുന്നില്ല വെച്ചെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിൽ സസ്പെൻഡിങ് ഏജന്റ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എമൽസിഫിക്കേഷൻ ഏജന്റ് ആഡ് ചെയ്യണം അല്ലേ? എമൽസിഫിക്കേഷൻ ഏജന്റ് അല്ലെങ്കിൽ സസ്പെൻഡിങ് ഏജന്റ് സോലുബിലൈസേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗംസ്, സാപ്പോണിൻസ്, ഫിക്സ്ഡ് ഓയിൽ, വോളട്ടൈൽ ഓയിൽ, മ്യൂസിലേജസ്, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഗംസിന് എക്സാമ്പിൾ വരുന്നത് ഏതൊക്കെയാണ് വരുന്നത്? അക്കേഷ്യ വരുന്നുണ്ട്. അക്കേഷ്യ ആണ് വരുന്നത് അല്ലേ? അക്കേഷ്യ ഈസ് യൂസ്ഡ് ആസ് സസ്പെൻഡിങ് ഏജന്റ് ആൻഡ് എമൽസിഫൈങ് ഏജന്റ്. അക്കേഷ്യനെ സസ്പെൻഡിങ് ഏജന്റ് ആയിട്ടും എമൽസിഫൈങ് ഏജന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സാപ്പോണിൻസ് ആണ്. സാപ്പോണിൻസിൽ വരുന്നത് ക്യുല്ലായി ആണ് പറയുന്നത്. ക്യുല്ലായി ഒരു എമൽസിഫൈങ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിക്സ്ഡ് ഓയിൽ ആണ്. ഫിക്സ്ഡ് ഓയിൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫിക്സ്ഡ് ഓയിൽ വരുന്നത് സെസമി ഓയിൽ ആണ് അല്ലേ? ഈ സെസമി ഓയിൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? യൂസ്ഡ് ആസ് എ വെഹിക്കിൾ ഫോർ അതർ ഡ്രഗ്സ്. മറ്റുള്ള ഡ്രഗ്സിന്റെ വെഹിക്കിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? മറ്റുള്ള ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെസമി ഓയിൽ വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അത് കൂടുതൽ അളവിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. വോളട്ടൈൽ ഓയിൽ വരുന്നത് പെപ്പർമിന്റ് ഓയിലാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഈ പെപ്പർമിന്റ് ഓയിൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഏതാരാണ്? മ്യൂസിലേജസ് ആണ് അല്ലേ? മ്യൂസിലേജസ് എന്തായിട്ട്? മ്യൂസിലേജസിന് എക്സാമ്പിൾ ഏതാ പറയുന്നത്? ഇസാബ്ഗോൾ ആണ് അല്ലേ? ഇസാബ്ഗോൾ നമ്മൾ എന്തിനായിട്ട് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഡെമൾസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡെമൾസെന്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഗംസിൽ വരുന്നത് അക്കേഷ്യാണ്. അക്കേഷ്യ സസ്പെൻഡിങ് ഏജന്റ് എമൽസിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സാപ്പോണിൻസ് ആണ്. സാപ്പോണിൻസ് സാപ്പോണിൻസിലെ എക്സാമ്പിൾ പറയുന്നത് ക്യുല്ലായി ആണ്. ക്യുല്ലായി എമൽസിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫിക്സ്ഡ് ഓയിൽസിൽ പറയുന്നത് സെസമി ഓയിൽ വരുന്നുണ്ട്. സെസമി ഓയിൽ നമ്മൾ മറ്റുള്ള ഡ്രഗ്സിന്റെ വെഹിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. വോളട്ടൈൽ ഓയിലിന് എക്സാമ്പിൾ പറയുന്നത് പെപ്പർമിന്റ് ഓയിലാണ്. പെപ്പർമിന്റ് ഓയിൽ ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മ്യൂസിലേജസ് ആണ്. മ്യൂസിലേജസിന് എക്സാമ്പിൾ വരുന്നത് ഇസാബ്ഗോൾ ആണ്. ഇസാബ്ഗോൾ ഡെമൾസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു അസുഖത്തിനെ കണ്ടുപിടിക്കാനും അത് മാറാൻ വേണ്ടി പരിപാലിക്കാനും പിന്നെ അത് ഡയഗ്നോസ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ ഡ്രഗ് എന്ന് പറയുന്നത്. ഡ്രഗ് നമുക്ക് അനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലാന്റ്സിൽ നിന്നും ചെറിയ പ്ലാന്റ്സിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡ്രഗ് കിട്ടുന്നുണ്ട്. ഹയർ പ്ലാന്റ്സിന് എവിടെ നിന്നൊക്കെ കിട്ടുക വെച്ചാൽ അതായത് എഫിട്രേഡിയം ചിരാറ്റാടെയും ഒക്കെ നമ്മൾ എൻ്റയർ പ്ലാന്റ് ചെടി മുഴുവനായിട്ട് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ എപ്പിക്കാക്കിന്റെ അക്കോണൈറ്റിന്റെ ഒക്കെ റൂട്ട്സ് മാത്രമാണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാസ്കാരയുടെയും കാഷ്യയുടെയും ഒക്കെ ബാർക്ക് മാത്രമാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. റോസിന്റെയും സാഫ്രോണിന്റെയും ഫ്ലവേഴ്സ് ആണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കൊക്കൈഡിൻ ഡിജിറ്റാലിസിന്റെ ഒക്കെ ലീവ്സ് ആണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാസ്റ്ററിന്റെയും ആൽമണ്ടിന്റെ ഒക്കെ സീഡ്സ് ആണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒപ്പിയത്തിന്റെയും അക്കേഷ്യയുടെ ഒക്കെ എക്സുഡേഷൻസ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പിന്നെ നമ്മൾ പറഞ്ഞു ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സിന് തന്നെ നമ്മൾ ആൽക്കലോയിഡ്സ് എന്നും ഗ്ലൈക്കോസൈഡ്സ് എന്നും ഓയിൽസ് എന്നും ആന്ത്രാക്വിനോൺസ് എന്നും ഫ്ലാവനോയിഡ്സ് എന്നും ഒക്കെ നമ്മൾ കെമിക്കൽ ക്ലാസ്സസ് ഉണ്ട്. ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന
ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഡ്രഗുകൾ ഒന്നിക്ക് ആൽക്കലോയിഡ്സിൽ ഉൾപ്പെടാം, അല്ലെങ്കിൽ ഗ്ലൈക്കോസൈഡ്സിലായിരിക്കും ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ ഓയിൽസിലായിരിക്കും, അല്ലെങ്കിൽ ആന്ത്രാക്വിനോൺസിലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാവനോയിഡ്സിലൊക്കെ ഉൾപ്പെടാം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ലോവർ പ്ലാന്റ്സിൽ നിന്ന് ലോവർ പ്ലാന്റ്സിൽ വരുന്നത് ആൽഗയും ഫംഗിയും ഒക്കെയാണ് വരുന്നത്. ഇത് നമുക്ക് ധാരാളം ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. ആൽഗയിൽ നിന്നും ഫംഗീസ് നിന്നൊക്കെ നമുക്ക് ധാരാളം ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. ചില ഫംഗസിൽ നിന്നാണ് നമ്മൾ പെൻസിലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്, ചില ആൽഗയിൽ നിന്നാണ് നമ്മൾ അഗറും ആൽജിനിക് ആസിഡ് ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഹോർമോൺസ് കിട്ടുന്നുണ്ട്, എൻസൈംസ് കിട്ടുന്നുണ്ട്, പിന്നെ അനിമൽസ് ഓർഗൻസിന്റെ എക്സ്ട്രാക്റ്റുകളൊക്കെ നമുക്ക് ഡ്രഗിന്റെ രൂപത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് ഹോർമോൺസ് ആണ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ സെക്രീഷൻസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹോർമോൺസ് നേരിട്ട് സർക്കുലേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ എന്തില്ല? നോട്ട് ത്രൂ ഡക്റ്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ചില ഹോർമോൺസും അതിന്റെ ഉപയോഗങ്ങളാണ് പറയുന്നത്. തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? തൈറോയിഡ് ഹോർമോൺസിൽ ഉൾപ്പെടുന്നത് തൈറോക്സിനും ട്രൈ അയഡോ തൈറോണിൻ. ഓക്കെ, തൈറോക്സിൻ ആൻഡ് ട്രൈ അയഡോ തൈറോണിൻ ആണ്. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഷീപ്പിന്റെയും പിഗിന്റെയും തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ് കിട്ടുന്നത്. ഇത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ട്രീറ്റ്മെന്റ് ഓഫ് ക്രിട്ടനിസം ആൻഡ് മിക്സഡിമയുടെയും ക്രിട്ടനിസത്തിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസിലുള്ള ബീറ്റ സെൽസ് ലാംഗർഹാൻസിലുള്ള ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉണ്ട്. പാൻക്രിയാസിൽ ആരുണ്ട്? ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉണ്ട്. ഇതിൽ ബീറ്റ സെൽസ് ഉണ്ട്. ഇതാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. കാറ്റിൽ നിന്നും പിഗിൽ നിന്നും ഒക്കെയാണ് നമ്മൾ ഇൻസുലിൻ കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡയബറ്റിസ് മെലിറ്റസിന്റെ ട്രീറ്റ്മെന്റിന് വളരെ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മൾ കാറ്റിൽസ് നിന്നും പിഗ്സ് നിന്നൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് നമ്മൾ ഈ ഹോർമോൺ കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ചാൽ ലേബറിന് വേണ്ടിയിട്ട് ഡെലിവറിയുടെ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് ഉൽപ്പാദിപ്പിക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്നത് വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ എന്ന് പറയുന്നത് നമ്മുടെ കാറ്റിൽസിനും പിഗ്സ് ഒക്കെയാണ് കളക്ട് ചെയ്യുന്നത്. ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഡയബറ്റീസ് ഇൻസിപ്പിഡസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗൊണാഡോട്രോപ്പിൻസ് ആണ്. ഗൊണാഡോട്രോപ്പിൻസ് ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വെച്ചാൽ പിറ്റ്യൂട്ടറിയുടെ മറ്റൊരു ലോബാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമ്മൾ എന്തിനു വേണ്ടി അതായത് ഇത് ഹോൾസ് നമ്മൾ ഈ ഗൊണാഡോട്രോപ്പിൻസ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ ഹോൾസ് സെറത്തിൽ നിന്നും പ്രഗ്നന്റ് വുമന്റെ യൂറിൻ നിന്നാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗൊണാഡോട്രോപ്പിൻസ് കളക്ട് ചെയ്യുന്നത്. ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൊണാഡോട്രോപ്പിൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എൻസൈംസ് ആണ്. എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. നമ്മുടെ ഓരോ ശരീരത്തിലുള്ള ലിവിങ് ഓർഗാൻസിൽ നടക്കുന്ന ഓരോ പ്രക്രിയകളെയും കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് എൻസൈംസ് എന്ന് പറയുന്നത്. എൻസൈംസിന്റെ നാച്ചർ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻ നാച്ചർ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ചില എൻസൈംസും അതിന്റെ തെറാപ്യൂട്ടിക് അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. പെപ്സിൻ എന്ന് പറയുന്നത് എൻസൈം ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ളൊരു എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. ഒബ്റ്റെയിൻ ഫ്രം ഗ്ലാൻഡുലാർ ലെയർ ഓഫ് പിഗിന്റെ സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡുലാർ ലെയറിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെപ്സിൻ എന്ന് പറഞ്ഞ എൻസൈമിനെ കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഡിസ്പെപ്സിയയ്ക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പാൻക്രിയാറ്റിൻ ആണ്. പാൻക്രിയാറ്റിൻ എന്ന് പറഞ്ഞ എൻസൈം പാൻക്രിയാസിലാണുള്ളത് അല്ലെ. പാൻക്രിയാസിൽ നിന്നാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്? പിഗിന്റെ പാൻക്രിയാസിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. പാൻക്രിയാറ്റൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന എൻസൈം എന്ന് പറയുന്നത് എന്താണ്? റെനിൻ ആണ്. റെനിൻ നമുക്ക് മിൽക്കിൽ നിന്നും കേർഡിൽ ഒക്കെ കിട്ടുന്ന എൻസൈമാണ്. ഇത് നമ്മൾ കാഫിന്റെ സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡുലാർ ലെയറിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മിൽക്കിന്റെ കൊയാഗുലേഷനും പിന്നെ ഒന്നും കൂടി മോർ ഡൈജസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്ന എൻസൈം എന്ന് പറയുന്നത് ഹയാലുറോണിഡേസ് ആണ്. ഹയാലുറോണിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ഒരു മ്യൂക്കോലൈറ്റിക് എൻസൈം ആണ്. ഇത് മമാലിയൻ ടെസ്റ്റിസ് നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷന്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് യൂറോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ്. ഇത് എന്ന് പറയുന്നത് ത്രോംബോലൈറ്റിക് ഏജന്റ് ആണ്. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ. ഇത് ഹ്യൂമൻ യൂറിൻ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് പൾമണറി എംബോളിസത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കോഡ് ലിവർ ഓയിൽ ആണ്. കോഡ് ലിവർ ഓയിൽ കോഡ് ഫിഷ് നിന്നാണ് കിട്ടുന്നത്. അതായത് പർണീഷ്യസ് അനീമിയറ്റും വളരെ യൂസ്ഫുൾ ആണ്. ലിവർ എക്സ്ട്രാക്ട് നമുക്ക് മമ്മാലിയൻ ലിവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്താണ് പെരിനാഡോസ് അനീമിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പെരിനാഡോസ് അനീമിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റൊമക് കോൺസെൻട്രേറ്റ് ആണ്. സ്റ്റൊമക് കോൺസെൻട്രേറ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പോർസീൻ്റെ സ്റ്റൊമക്കിൽ നിന്നാണ് അല്ലേ. പോർസീൻ്റെ സ്റ്റൊമക്കിൽ എന്തുണ്ട്? മ്യൂക്കോസൽ സെൽസ് ഉണ്ട്. മ്യൂക്കോസൽ സെൽസ് നിന്നാണ് നമുക്ക് ഈ സ്റ്റൊമക് കോൺസെൻട്രേറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് പെർണീഷ്യസ് അനീമിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ പ്രൊഡക്ട്സ് ആണ്. ടെക്നിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ
നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് അല്ലേ. നമ്മളിത് മെഡിസിൻസിന് മെഡിസിനൽ യൂസിന് വേണ്ടിയിട്ടും പിന്നെന്താണ് ഒക്കെ വ്യത്യസ്ത തരം യൂസസിന് ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടെക്നിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ മെഡിസിനൽ യൂസിന് വേണ്ടിയിട്ടും വാരിയസ് ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് വാരിയസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ കോണ്ടിമെന്റ്സ് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളിൽ, ബിവറേജസിൽ, ഫ്ലേവറിങ് ഏജന്റിൽ, പിന്നെന്താണ് കോൺഫെക്ഷണറീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്, ദ ഫോളോയിങ് ആർ സം ഓഫ് എക്സാമ്പിൾസും ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കോഫി സീഡ്സ് നമ്മൾ മെഡിസിനൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ബിവറേജസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിന്നമൺ ഓയിൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, കാർബണേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊറാക്സ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പെറ്റോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പെർഫ്യൂംസിലും കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പെർഫ്യൂം മീൻ കോസ്മെറ്റിക്സ് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ സ്റ്റൊറാക്സ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ മെഡിസിനൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പർഗേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് സോപ്പിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, അനിമൽസിൽ നിന്ന് കിട്ടുന്നുണ്ട്, മിനറൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, സിന്തറ്റിക് ഒറിജിൻ എന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, സിന്തറ്റിക് ഒറിജിൻസ് എന്നൊക്കെ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഇത് നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് നമ്മൾ വ്യത്യസ്ത തരം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ വ്യത്യസ്ത പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ഉപയോഗിക്കുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സോളിബിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, സസ്പെൻഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, എമൾസിഫിക്കേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഗംസ് വരുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഏതൊക്കെ വരുന്നത്, ഗംസ് വരുന്നുണ്ട്, സാപ്പോണിൻസ് വരുന്നുണ്ട്, ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, മ്യൂസിലേജസ് ഒക്കെ വരുന്നുണ്ട്. ഗംസിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അക്കേഷ്യാണ് വരുന്നത് അല്ലേ. അക്കേഷ്യ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, സസ്പെൻഡിങ് ആൻഡ് എമൾസിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സാപ്പോണിൻസ് വരുന്നത് ക്യുല്ലായി ആണ്. ക്യുല്ലായി എമൾസിഫൈങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫിക്സ്ഡ് ഓയിലാണ്. ഫിക്സ്ഡ് ഓയിൽ വരുന്നത് ഫിക്സ്ഡ് ഓയിൽസിൽ വരുന്നതാണ് സെസമി ഓയിൽ എന്ന് പറയുന്നത്. സെസമി ഓയിൽ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ഡ്രഗ്സിന്റെ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. വോളട്ടൈൽ ഓയിലിന് എക്സാമ്പിൾ വരുന്നത് പെപ്പർമിന്റ് ഓയിലാണ്. പെപ്പർമിന്റ് ഓയിൽ ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മ്യൂസിലേജസ് ആണ്. മ്യൂസിലേജസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഇസാബ്ഗോളും മ്യൂസിലേജിന് എക്സാമ്പിൾ വരുന്നത് ഇസാബ്ഗോൾ ആണ്. ഇസാബ്ഗോൾ നമ്മൾ ഡെമൾസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ? നാളേക്ക് കോക്കണൂസ് ഒരു 5 ചാപ്റ്റർ നോക്കുമോ? 26 ചാപ്റ്റർ അല്ലേ? ചാപ്റ്റർ 26 അല്ലേ? ഉണ്ട്. നാളേക്ക് ഒരു ചാപ്റ്ററും കൂടി ഉണ്ടല്ലോ. ഒരു ചാപ്റ്റർ നാളത്തോണ്ട് കഴിയും. ഓക്കെ, പിന്നെ നമുക്ക് ആ റിവിഷൻ നോക്കാം. നാളേക്ക് ഒരു ഫസ്റ്റത്തെ ഒരു 5 ചാപ്റ്റർ നോക്കാൻ പറ്റുമോ കോക്കണൂസ്? 5 ചാപ്റ്റർ നോക്കാം. ഓക്കെ, 5 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാന്ന് പറയാം പേര്. ഫസ്റ്റത്തെ ഏതൊക്കെയാണ് വരുന്നത്? ഇതല്ലേ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്, ഡെഫിനിഷൻ, സ്കോപ്പ് ഓഫ് ഹിസ്റ്ററി ഓഫ് ഫാർമക്കോഗ്നസി, ഡ്രഗ് ഇവാലുവേഷൻ വരുന്നുണ്ട്. പിന്നെ ഇത് 26 എന്നുള്ളത് വേണ്ട. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ 2 നോക്കിയിട്ട് മതി. ലാക്സേറ്റീവ്സ്, പിന്നെ കാർഡിയോടോണിക്സ്, 3 കാർഡിയോടോണിക്സ്, ആസ്ട്രിജൻസ്, 4 ആസ്ട്രിജൻസ്, 5 ഏതാണ്, ആന്റിടസീവ്സോ? 5 ആന്റിടസീവ്സ് അല്ലേ? ഓക്കെ, അങ്ങനെ 5 ചാപ്റ്റർ നാളേക്ക് റിവിഷൻ നോക്ക് കേട്ടോ. നാളെ ഇപ്പോൾ ലാസ്റ്റത്തെ ചാപ്റ്റർ നാളെ കഴിയുകയും ചെയ്യും. നമുക്ക് റിവിഷൻ ഒന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. താങ്ക് യു.
ഓക്കെ താങ്ക് യു.